ഹലോ ഗായ്സ്, എന്താണ് ഇതാര്? റാണി ജോജി. നമ്മുടെ ചാനൽ നെയിം കൊച്ചി റാണി വ്ലോഗ്സ്. അപ്പൊ പിന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ 2 വീലറിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സൊരു ചാഞ്ചാട്ടമാടുമല്ലോ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓടി വരും. അപ്പൊ അങ്ങനെ ഇപ്പോൾ ഇന്ന് വൈകിട്ട് വരുമ്പോൾ ഒരു കാര്യം വന്നായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. നമ്മൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഒരു 2-3 മാസം ഹസ്ബൻഡിന്റെ അടുത്തൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓവർ കെയറിങ് ആയിരിക്കും അല്ലേ? നമ്മളത് ആസ്വദിക്കും, അത് വേറെ വിഷയം. ഓവർ കെയറിങ് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ഓവർ കെയറിങ് ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം പറയാം. ഞാനിപ്പം എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഒരു വിരുന്നിനൊക്കെ പോകുന്ന സമയത്ത് ഒരു കുഴി ഉണ്ടെങ്കിൽ ആള് പറയും, കുഴിയുണ്ട് കേട്ടോ, ഒരു മരക്കൊമ്പ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്റെ കൈ വെച്ചൊക്കെ ഇങ്ങനെ തടഞ്ഞൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോയ സമയത്ത് അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ അങ്ങനെയാ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ഇതിപ്പോ അന്നത്തത് ഇന്നില്ലല്ലോ എന്നുള്ളതൊക്കെ ഞാൻ ശ്രദ്ധിക്കും. ഇപ്പൊ ആരോടാണെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു അതെല്ലാം ഒന്നും ഞാൻ ശ്രദ്ധിക്കും. അവര് കൂട്ടത്തിലാണ് ഞാൻ, മിക്കവരും അങ്ങനെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോന്നിങ്ങനെ കുറഞ്ഞു കെയറിങ്ങേ ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കെയറിങ് ഉണ്ടാവും, ഓവർ കെയറിങ് കുറഞ്ഞ് ഇങ്ങനെ വരും. അതെന്താണ് അങ്ങനെ? എന്താ നിങ്ങൾ ഇങ്ങനെ? ഒന്നെങ്കിൽ ഓവർ കെയറിങ് പാടില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഓവർ കെയറിങ് ഉണ്ടോ, ആ എൻഡ് വരെ ഉണ്ടാവണം ഓവർ കെയറിങ്. നിങ്ങൾക്ക് ആ തുടക്കത്തിൽ ആ ഓവർ കെയറിങ് വരുന്നതിന്റെ കാരണം എന്താണ്? പിന്നെ ഇല്ലാണ്ടാവുന്നതിന്റെ കാരണം എന്താണ്? ഞങ്ങൾ അങ്ങനെയൊക്കെയാ. ഞങ്ങള് ലേഡീസ് എന്ന് പറഞ്ഞാൽ തുടക്കം ഭയങ്കര കാര്യമായിട്ട് ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്ത്, ചിലപ്പം വാരി കൊടുത്ത്, ചിലപ്പം കറി എങ്ങനെ ഉണ്ട് അങ്ങനെ നമുക്ക് ഭയങ്കര ഇതായിട്ടൊക്കെ കാണിക്കും. പിന്നെ ചിലപ്പോ ചെയ്തില്ലെന്നും വരും. അത് ലേഡീസ് അങ്ങനെയാണ്, പൊതുവെ അങ്ങനെയാണ് ലേഡീസ്. പക്ഷെ ജെന്റ്സ് അങ്ങനെ പാടില്ല കേട്ടോ. ഓവർ കെയറിങ് ഉണ്ടെങ്കിൽ ഓവർ കെയറിങ് ഇല്ലെങ്കിൽ തുടക്കം തൊട്ട് പാടില്ല, അല്ലേ? അത്രയൊക്കെ ഉള്ളൂ. ശരി. എന്നോടേ ഒരാൾ പറഞ്ഞ് സംസാരിക്കുമ്പോൾ തമിഴിലും കൂടി ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തമിഴിലും കൂടി ഒന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞു. അതിനെന്താ, നമ്മളിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എന്നാ സൊന്നേന്ന് വെച്ചാ, സോറി, ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് പോയത് കൊണ്ട് തമിഴ് ടച്ച് കിട്ടത്തില്ല. ഒരു മിനിറ്റ് ഒന്ന്. அப்போ நான் இப்போ என்ன சொல்ல வரேன்னா, நீங்கள் கல்யாணம் பண்ணி 2 பேரும் ஃபர்ஸ்ட் டைமில் நீங்கள் ஒய்ஃபு கூட வெளியே போகும்போது நீங்கள் என்ன பண்ணுவீங்க? பயங்கர கேரிங் காமிப்பீங்கல்ல, கேரிங்கா ஓவர் கேரிங் காமிப்பீங்கல்ல. ஆனால் இப்போ நீங்கள் ஒரு 1, 2, 3 வருஷம் കഴിയുമ്പോൾ, 5 வருஷம் കഴിയുമ്പോൾ, 10 வருஷம் കഴിയുമ്പോൾ நீங்கள் கவனிக்க மாட்டீங்க. நீங்கள் சொல்லுவீங்க, பார்த்து நடக்க வேண்டியதானே, ஓ முகத்துல கண்ணு இருக்குல்ல, நீ பார்க்க வேண்டியதானே போகும்போ, அப்படிலாம் சொல்லுவீங்க. அப்படி ஓவர் கேரிங்கு ஃபர்ஸ்ட் காமிச்சிட்டு ஃபைனலி ஓவர் கேரிங்கு போகக்கூடாது. உங்களுக்கு ஓவர் கேரிங் இருந்தால் ലാസ്റ്റ് വരയ്ക്കും ഓവർ കെയറിങ് ഇരിക്കണം. உங்களுக்கு கேரிங் ഉണ്ടാവും. ஓவர் கேரிங் காமிக்கிறீங்கன்னா அது உங்க வைஃபுக்கு பிடிக்கும். அவங்களுக்கு தெரியாமலாம் ஒன்றும் இல்லை. அவங்களுக்கு போகும்போ தெரியும் அங்க குழி இருக்கு, அவங்களுக்கு போகும்போ தெரியும் அங்க மറ്റേ മരക്കൊമ്പ് இருக்கு. ஆனாலும் நீங்க சொல்லுമ്പോ അവർക്ക് ഒരു സന്തോഷം, ഒരു ഓവർ കെയറിങ് ഉണ്ട്. ஓவர் கெயரிங் இருக்குல்ல, என் புருஷனுக்கு என் மேல ஓவர் கெயரிங் இருக்குல்ல, அப்படிலாம் இருக்குல்ல. அப்போ ஓவர் கெயரிங் இருந்தா நீங்க ஃபாலோ கண்டினியூ. உங்க வாழ்நாள் எவ்வளோ நாள் நீங்க சேர்ந்துருக்கீங்களோ அவ்வளோ நாள் நீங்கள் ஓவர் கேரிங் காமிங்க. ஹாப்பியாக இருங்க, சந்தோஷமாக இருங்க. அப்போ இன்னத்த டாபிக் இதாங்க. ஓகே, பாய்.